എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ +2 സുവോളജിയുടെ ചാപ്റ്റർ 7 മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, അതിലെ ഫോക്കസ് ഏരിയയെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസും അതോടൊപ്പം തന്നെ ആ ഭാഗങ്ങളിൽ നിന്ന് മുൻ വർഷങ്ങളിലെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ സെക്കൻഡ് ഇയർ ക്ലാസിന്റെ 7ാമത്തെ ചാപ്റ്ററായി ഇതിനു മുൻപുള്ള 6 ചാപ്റ്റേഴ്സുകളും ഇത്തരത്തിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, വീഡിയോ കാണുന്നത് എങ്കിൽ ഇതിലെ മറ്റുള്ള വീഡിയോസ് കൂടി ഒന്ന് കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ പേഴ്സണലൈസ്ഡ് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. തുടർന്നും നമുക്ക് സുവോളജി എക്സാമിനും തിയറിക്കും പ്രാക്ടിക്കലിനും സഹായകരമായ രീതിയിലുള്ള ചില വീഡിയോസ് കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ +2 പഠിക്കുമ്പോഴും +2 കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റിയ കോഴ്സുകളെയും എക്സാമുകളെയും കുറിച്ചുള്ള വിവരങ്ങളും ഞാൻ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് കടക്കാം. ചാപ്റ്റർ 7 ആണ് മൈക്രോബ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കുറച്ച് ഏരിയ നന്നായി കവർ ചെയ്താൽ നമുക്ക് 30-ൽ ഒരു 3 മാർക്ക് നമുക്ക് ഇതിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഒട്ടും ഒഴിവാക്കാതെ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സോ ഫസ്റ്റിലെ ടെക്സ്റ്റിലെ ആ സബ് ഹെഡിംഗ് എന്നുള്ള മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്, അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ അല്ലെങ്കിൽ ലാബ് എന്ന് പറയുന്ന ഭാഗമാണ്. സോ മൈക്രോ ഓർഗാനിസംസ് സച്ച് ആസ് ലാക്ടോബാസിലസ് ആൻഡ് അതേഴ്സ് കോമൺലി കോൾഡ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ grow in milk and convert it into curd. സോ പാലിൽ വളരുന്ന ലാക്ടോബാസിലസും അതുപോലെ മറ്റുള്ള ബാക്ടീരിയകളെയും കൂടെയാണ് നമ്മൾ ലാബ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അത് എക്സ്പാൻഡ് ചെയ്യാൻ പഠിക്കുക. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഇത് എന്താണ് ചെയ്യുക? പാലിനെ കേടാക്കി മാറ്റുന്നു. മിൽക്കിനെ കേടാക്കി, തൈര് എന്നൊക്കെ പറയില്ല, അപ്പൊ അങ്ങനെ മിൽക്കിനെ കേടാക്കി മാറ്റുക എന്നുള്ളതാണ് ലാബിന്റെ ഫംഗ്ഷൻ. മാത്രമല്ല, ഡ്യൂറിംഗ് ദി ഗ്രോത്ത് ലാബ് പ്രൊഡ്യൂസസ് ആസിഡ്സ് ദാറ്റ് കൊയാഗുലേറ്റ് ആൻഡ് പാർഷ്യലി ഡൈജസ്റ്റ് മിൽക്ക് പ്രോട്ടീൻ. നമുക്ക് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ലാബ് ഓൾസോ ഇംപ്രൂവ്സ് ന്യൂട്രീഷണൽ ക്വാളിറ്റി ബൈ ഇൻക്രീസിംഗ് വൈറ്റമിൻ B12. അതായത് നമുക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത് ഇങ്ങനെയാണ്: മിൽക്ക് ഓർ കേർഡ്, ഇത് രണ്ടില് ഏതിനാണ് ന്യൂട്രീഷണൽ വാല്യൂ കൂടുതൽ? കേർഡ് ഓർ മിൽക്ക്, ഏതിനാണ് ന്യൂട്രീഷണൽ വാല്യൂ കൂടുതൽ എന്ന രീതിയിൽ 1 or 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം, കേർഡിനാണ് ന്യൂട്രീഷണൽ വാല്യൂ കൂടുതൽ. ബിക്കോസ് മിൽക്കിൽ കാണുന്നതിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ഇതിൽ എന്ത് കാണുന്നുണ്ട്? വൈറ്റമിൻ B12 കാണുന്നുണ്ട്. ദാറ്റ് ഈസ് സയനോ കൊബാളമിൻ എന്ന് പറയുന്ന വൈറ്റമിൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂട്രിറ്റീവ് വാല്യൂ കൂടുതൽ ഈ കേർഡിനാണ്. മാത്രമല്ല മറ്റൊരു ഫംഗ്ഷൻ എന്താണ്? ഇൻ അവർ സ്റ്റൊമക് ലാബ് ചെക്ക് ദ ഡിസീസ് കോസിംഗ് മൈക്രോബ്സ്. സ്റ്റൊമക്കിലുള്ള ഡിസീസ് കോസിംഗ് മൈക്രോബ്സുകളെ ഗ്രോത്തിനെയൊക്കെ ചെക്ക് ചെയ്യാൻ എന്തുപയോഗിക്കുന്നുണ്ട്? എന്ത് സഹായിക്കുന്നുണ്ട്? ഈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഏരിയന്ന് ലാബ് എക്സ്പാൻഡ് ചെയ്യാൻ പഠിക്കുക. അതിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതും, പിന്നെ കേർഡിനാണോ മിൽക്കിനാണോ ന്യൂട്രിറ്റീവ് വാല്യൂ കൂടുതൽ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ഭാഗം മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. അപ്പൊ നമുക്ക് മൈക്രോബ്സുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ സൂക്ഷ്മജീവികളില് നമുക്ക് ദോഷങ്ങൾ, നമുക്ക് പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കുറെ മൈക്രോബ്സുകള്, മെയിൻലി പാത്തജൻസ്, രോഗാണുക്കള്, അവരൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക അല്ലെ. ബാക്ടീരിയ പോലെയുള്ള ജീവികളെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത്. അതിന് അങ്ങനെയല്ലാതെ മൈക്രോബ്സിനെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലൂടെ
നമ്മളെ അറിയിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മൈക്രോബയോളജി എന്നുള്ള ഒരു ബ്രാഞ്ച് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഈ മൈക്രോബ്സിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ആണ്. അപ്പോൾ നമ്മൾ PG ലെവലിലേക്കൊക്കെ പോകുമ്പോൾ അതിന്റെ സ്പെഷ്യലൈസേഷനായിട്ട് നമുക്ക് മെഡിക്കൽ മൈക്രോബയോളജി, അഗ്രികൾച്ചറൽ മൈക്രോബയോളജി, ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി, അങ്ങനെയുള്ള ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അതായത് ഓരോ ഏരിയയിലും നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോബ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫംഗസ് ആയിട്ടും ബാക്ടീരിയകളായിട്ടും പിന്നെ നമ്മൾ പറയുന്ന ഈസ്റ്റ്, അങ്ങനെയുള്ള കുറേ മൈക്രോബ്സുകളുണ്ട്. സോ ഇവിടെ ഇപ്പൊ നമ്മൾ സൂചിപ്പിക്കുന്നത് കെമിക്കൽസ്, എൻസൈംസ് ആൻഡ് അതർ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് എന്ന സബ് ഹെഡിങ്ങിൽ നിന്നാണ് ഈ കാര്യങ്ങൾ. മൈക്രോബ്സ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ കമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സർട്ടൻ കെമിക്കൽസ് ലൈക്ക് ഓർഗാനിക് ആസിഡ്സ്, ആൽക്കഹോൾ, എൻസൈംസ്. ഇതിന്റെയൊക്കെ കമേഴ്ഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ചില കെമിക്കൽസ്, അതായത് ഓർഗാനിക് ആസിഡുകള്, ആൽക്കഹോൾസ്, എൻസൈമുകൾ, ഇവയെല്ലാം ഇൻഡസ്ട്രിയൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മൈക്രോബ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് നമുക്കിവിടെ കുറച്ച് ആസിഡ്സിന്റെ കാര്യമാണ് ആദ്യം പറയുന്നത്. ആസിഡ്സ് ഏതൊക്കെയാണ്? ആസ്പെർഗിലസ് നൈഗർ എന്ന് പറയുന്ന ഫംഗസ് നമ്മൾ പഠിക്കുമ്പോൾ ഈ മൈക്രോബിന്റെ പേരും അതോടൊപ്പം വെദർ ഇറ്റ് ഈസ് ഫംഗസ്, ബാക്ടീരിയ ഓർ ഈസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വേണം പഠിക്കാൻ. സോ ഇത് ആസ്പെർഗിലസ് നൈഗർ എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. അത് സിട്രിക് ആസിഡിന്റെ പ്രൊഡക്ഷന്. ഓക്കെ, ദെൻ അസറ്റോബാക്ടർ അസറ്റി ബാക്ടീരിയമാണ് അസറ്റിക് ആസിഡ്. ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം ബാക്ടീരിയമാണ് ബ്യൂട്ടറിക് ആസിഡ്. ലാക്ടോബാസിലസ് ബാക്ടീരിയമാണ് ലാക്ടിക് ആസിഡ്. അപ്പൊ ഈ ഒരു കാര്യം ദെൻ ഇതിനോട് കൂടി ഒന്നുകൂടി ചേർത്തിട്ടുണ്ട് ഞാൻ. നമ്മൾ പറഞ്ഞു ആൽക്കഹോൾസ്, അവിടെയാണ് ഏത് വരുന്നത്? സക്കാറോമൈസിസ് സർവീസിയെ, ഈസ്റ്റ്, ബേക്കേഴ്സ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ആളാണ് സക്കാറോമൈസിസ് സർവീസിയെ. നമ്മൾ പൊതുവെ ഫെർമെന്റേഷൻ, നിങ്ങൾ ബോട്ടണിയിൽ പഠിച്ചിട്ടുണ്ടാവും, ഫെർമെന്റേഷൻ പ്രോസസ്സിലൊക്കെ ഉപയോഗിക്കുന്നു. അവിടെ ആൽക്കഹോളിന്റെ ഫോർമേഷനാണ് നടക്കുക, എത്തനോളിന്റെ ഫോർമേഷൻ. അതാണ് ഈ സക്കാറോമൈസിസ് സർവീസിയെ. അപ്പോൾ ഇത് എക്സാമിന് 2 കോളമായിട്ട് ചോദിക്കും. മൈക്രോബിന്റെ പേരും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡുകളും. അപ്പൊ ഇത് പഠിക്കാം. ദെൻ ബേക്കേഴ്സ് ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ സക്കാറോമൈസിസ് സർവീസിയാണ്. ഇനി മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് മൈക്രോബ്സ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് എൻസൈമുകൾ. ചില എൻസൈമുകൾ ഉണ്ട്. ആ എൻസൈമുകൾ നമുക്ക് പല രീതിയിൽ യൂസ്ഫുൾ ആണ്. അപ്പൊ അതിനുള്ള ഒരു 3 എക്സാമ്പിൾസ് ആണ് അടുത്തത് പറയുന്നത്. ലിപ്പേസസ്, ദേ ആർ യൂസ്ഡ് ഇൻ ഡിറ്റർജന്റ് ഫോർമുലേഷൻസ് ആൻഡ് ആർ ഹെൽപ്ഫുൾ ഇൻ റിമൂവിംഗ് ഓയിലി സ്റ്റെയിൻസ് ഫ്രം ദി ലോണ്ട്രി. അല്ലെ, നമ്മുടെ ക്ലോത്ത് തുണികളിൽ നിന്നെല്ലാം ഓയിലി സ്റ്റെയിനുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ഡിറ്റർജൻസിൽ ഉപയോഗിക്കുന്ന ഒരു എൻസൈമാണ് ലിപ്പേസസ്. രണ്ടാമത്തത് പെക്റ്റിനൈസസ് ആൻഡ് പ്രോട്ടിയേസസ്. അപ്പൊ ഇത് ടു ക്ലാരിഫൈ ബോട്ടിൽഡ് ജ്യൂസസ്. അതായത് നമ്മൾ ഈ ബോട്ടിൽ വാങ്ങുന്ന ജ്യൂസസ് ഉണ്ടായിരിക്കുമല്ലോ, റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന, അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ജ്യൂസിനെക്കാട്ടിലൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും. അതിന് കാരണം ആ ഒരു ക്ലാരിഫയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പെക്റ്റിനൈസസ് ആൻഡ് പ്രോട്ടിയേസസ് എന്ന് പറയുന്ന എൻസൈമുകളാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, പെക്റ്റിനൈസസ് ആൻഡ് പ്രോട്ടിയേസസ് എന്തുപയോഗിക്കുന്നു? ടു ക്ലാരിഫൈ ബോട്ടിൽഡ് ജ്യൂസ്. ലിപ്പേസസ് ടു റിമൂവ് ഓയിലി സ്റ്റെയിൻസ് ഫ്രം ലോണ്ട്രി, അപ്പൊ ഡിറ്റർജന്റിൽ യൂസ് ചെയ്യുന്നു. ദെൻ സ്ട്രെപ്റ്റോകൈനേസ്, സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലോട്ട് ബസ്റ്റർ ടു റിമൂവ് ക്ലോട്ട് ഫ്രം ബ്ലഡ് വെസൽസ് ഓഫ് പേഷ്യൻസ് ഹു ഹാവ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അതായത് ബ്ലഡ് വെസൽസിൽ ക്ലോട്ടുകൾ ഫോം ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന അത്തരം ക്ലോട്ടുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ഇപ്പൊ നമ്മുടെ ഹാർട്ടിനൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ആ ഹാർട്ടിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ ബ്ലോക്കുകൾ വരുന്ന അവസ്ഥ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്ലോട്ടുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്ട്രെപ്റ്റോകൈനേസ്. അപ്പോ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ക്ലോട്ട് ബസ്റ്റർ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. സ്ട്രെപ്റ്റോകൈനസിസ്, ക്ലോട്ട് ബസ്റ്റർ. ഓക്കെ, അപ്പൊ ഈ 3 എൻസൈംസ് ആണ് ലിപ്പേസസ്, പെക്റ്റിനൈസസ് ആൻഡ് പ്രോട്ടിയേസസ് ഒരുമിച്ചാണ്. ദെൻ സ്ട്രെപ്റ്റോകൈനേസ്, ഇത് ഓയിലി സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാൻ. ഇത് ക്ലാരിഫൈ ബോട്ടിൽഡ് ജ്യൂസസ്. ആൻഡ് തേർഡ് വൺ ഈസ് ക്ലോട്ട് ബസ്റ്റർ. പ്രത്യേകം ശ്രദ്ധിക്കുക.
ദെൻ അടുത്ത കാറ്റഗറിയാണ് ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്ന് ഓർഗാനിക് ആസിഡ്സ് പറഞ്ഞു, രണ്ട് എൻസൈംസ് പറഞ്ഞു, തേർഡ് വൺ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്. അതിന് ഒരു ഉദാഹരണമാണ് സൈക്ലോസ്പോറിൻ എ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫംഗസ്. അതിന്റെ പേരാണ് ട്രൈക്കോഡെർമ പോളിസ്പോറം. ഈ ഫംഗസിന്റെ ഇതിന്റെ ഒക്കെ ഈ പേരുകൾ എക്സാമിന് ചോദിക്കുന്നതാണ്. ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഇതിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള ഐഡിയ കിട്ടും. സോ ട്രൈക്കോഡെർമ പോളിസ്പോറം, ഇറ്റ് ഈസ് എ ഫംഗസ് that produce the bioactive molecule cyclosporin A, which is used as an immunosuppressive agent in organ transplant patients. ഇമ്മ്യൂണോസപ്രസീവ് ഏജന്റ്, ഞാൻ അതിൽ ഇറ്റാലിക്സിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ടേം ശ്രദ്ധിക്കുക. അതുപോലെ ആ ഫംഗസിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ നോക്കൂ, ഇമ്മ്യൂണോസപ്രസീവ് ഏജന്റ് ദാറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സപ്രസ് ചെയ്യുക. സപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചമർത്തുക എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഒന്ന് താത്തി വെക്കാൻ, നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിയെ ഒന്ന് സപ്രസ് ചെയ്യണം. ആരിലാണ് അത് ചെയ്യേണ്ടത്? ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ്, അതായത് അവയവ മാറ്റം നടത്തിയ, ഇപ്പൊ ഒരാളുടെ ശരീരത്തിലേക്ക് മറ്റൊരാളുടെ ഓർഗൻസ്, ഇപ്പൊ കിഡ്നി ഒക്കെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന രോഗിക്ക്, ആ ഒരു പേഷ്യന്റിന്റെ, ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ്? നമ്മുടേതല്ലാത്ത ഫോറിൻ മെറ്റീരിയൽസ്, പാത്തജൻസോ എന്തും ആവട്ടെ, ഫോറിൻ മെറ്റീരിയൽസ്, ഫോറിൻ ബോഡീസിനെ റിജക്ട് ചെയ്യാനുള്ള നമ്മുടെ ബോഡിക്ക് ഒരു ടെൻഡൻസി ഉണ്ട്. ബിക്കോസ് ഓഫ് അവർ ഇമ്മ്യൂണിറ്റി, നമ്മുടെ പ്രതിരോധം കൊണ്ടാണ് അതുള്ളത്. അപ്പൊ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ രോഗികളില് ആ രോഗിക്ക് അദ്ദേഹത്തിലേക്ക് വെച്ച് പിടിപ്പിച്ച പുതിയ ഓർഗനെ അന്യവസ്തുവായി കണ്ടുകൊണ്ട് അതിനെ റിജക്ട് ചെയ്ത് കളയാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അതാണ് റിജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സർജറി ഫെയിലിയർ ആയി നമ്മൾ ചെയ്തതിന് കാര്യമില്ലാതാവും. അപ്പൊ അത്തരത്തിലുള്ള കേസുകളിൽ ആ ഓർഗൻ റിജക്ഷൻ, ആ ട്രാൻസ്പ്ലാന്റിന്റെ റിജക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടി ആ പേഷ്യന്റിന്റെ ഇമ്മ്യൂണിറ്റിയെ താൽക്കാലികമായി നമ്മളൊന്ന് കുറച്ചു വെക്കും. അപ്പൊ എന്താണ്, ആ റിജക്ഷൻ നടക്കില്ല. ആ ഓർഗനെ ശരീരം സ്വീകരിച്ച് ആ ശരീരത്തിലെ പുതിയ ഓർഗൻ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. എന്നാലേ നമ്മൾ ചെയ്തതിന് കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കേട്ട് കാണും, ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തിയിട്ടുള്ള ആളുകളെ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കുമ്പോൾ അതിലേക്ക് വേറെ ആരെയും നമ്മൾ വിസിറ്റേഴ്സിനെ ഒന്നും അനുവദിക്കില്ല. അധികവും പിന്നെ നഴ്സോ ഡോക്ടർമാർ അവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത്. കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ ഇമ്മ്യൂണിറ്റിയെ ഇപ്പൊ അങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് കിട്ടാനും മറ്റ് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് വിസിറ്റേഴ്സിനെ ഒന്നും അനുവദിക്കാതെ അത്രയും കെയർഫുൾ ആയിട്ട് അവരെ പിന്നെ ഹോസ്പിറ്റലുകളിൽ കിടത്താനുള്ള കാരണം ഇതാണ്. ഈ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റുകളെ ഉപയോഗിക്കുന്നത് ഓർഗന്റെ റിജക്ഷനെ തടയാനാണ്. പക്ഷെ അതുമൂലം ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് ഈ വിസിറ്റേഴ്സിന് വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ജലദോഷം ഉണ്ടാവാം, പനി ഉണ്ടാവാം, വേറെ എന്തെങ്കിലും തരം ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. അതൊക്കെ ഈ രോഗിക്ക് പെട്ടെന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ സൈക്ലോസ്പോറിൻ എ ഈസ് ട്രൈക്കോഡെർമ പോളിസ്പോറം. അതൊരു ഫംഗസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ്. സ്റ്റാറ്റിൻ, അടുത്ത ഒന്നാണ് സ്റ്റാറ്റിൻ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻ ഈസ്റ്റ്, മൊണാസ്കസ് പർപ്യൂറിയസ് എന്നാണ് അതിന്റെ പേര്. ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ്, രക്തത്തിലെ കൊളസ്ട്രോൾ അളവിനെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബയോ ആക്റ്റീവ് മോളിക്യൂളാണ് സ്റ്റാറ്റിൻ. അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോബിന്റെ പേരാണ് മൊണാസ്കസ് പർപ്യൂറിയസ്. അതൊരു ഈസ്റ്റ് ആണ്. ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ എൻസൈം റെസ്പോൺസിബിൾ ഫോർ ദ സിന്തസിസ് ഓഫ് കൊളസ്ട്രോൾ. കൊളസ്ട്രോളിന്റെ നമ്മുടെ ശരീരത്തിലാണെങ്കിൽ പോലും കൊളസ്ട്രോളിന്റെ നിർമ്മാണത്തിന് കാരണമായ എൻസൈംസ് ഉണ്ടാവും അല്ലെ. ആ എൻസൈമുകളെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്ന ആളാണ് സ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. അപ്പൊ ബയോ ആക്റ്റീവ് മോളിക്യൂളില് 2 നമ്മൾ പറഞ്ഞു, എൻസൈമുകളിൽ 3 പറഞ്ഞു. ദെൻ ഇത്രയും ഓർഗാനിക് ആസിഡ്സുകളും പിന്നെ ബേക്കേഴ്സ് ഈസ്റ്റും ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഷുവർ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ്. വീണ്ടും ഞാൻ പറയാണ്, ലാസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ദെൻ
മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജന്റ്സ്. ബയോ കൺട്രോൾ നോക്കാം നമുക്ക്. മെത്തേഡ് ഓഫ് കൺട്രോളിംഗ് പെസ്റ്റ് ദാറ്റ് റിലീസ് ഓൺ നാച്ചുറൽ പ്രിഡേഷൻ റാദർ ദാൻ ഇൻട്രൊഡ്യൂസ്ഡ് കെമിക്കൽസ്. അതായത് ബയോ കൺട്രോൾ അല്ലെങ്കിൽ ബയോളജിക്കൽ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ചുറ്റുപാടുള്ള നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, അപ്പൊ നമുക്ക് വിളകളോ അല്ലെങ്കിൽ ചെടികളോ പച്ചക്കറികളോ എന്തുമാവട്ടെ അല്ലെ, അതിലൊക്കെ ആക്രമിക്കുന്ന പലതരത്തിലുള്ള പെസ്റ്റുകളുണ്ട്, കീടങ്ങളുണ്ട് അല്ലെ. അപ്പൊ അത്തരം പെസ്റ്റുകളെ അല്ലെങ്കിൽ കീടങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽസ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ പ്രകൃതിയിൽ തന്നെ പറയാ, ഓരോരുത്തർക്കും ഓരോ നാച്ചുറൽ പ്രിഡേറ്റേഴ്സ് ഉണ്ടാവും. അതായത് ഒരു ജീവിക്ക് ശത്രുവായിട്ട് വേറൊരു ജീവി ഉണ്ടാവും, അല്ലെങ്കിൽ ആ ജീവിനെ ആഹാരമാക്കുന്ന പ്രിഡേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ പ്രകൃതിയിൽ കാണുന്ന മറ്റൊരു ജീവിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ പെസ്റ്റുകളെ ഇറാഡിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവയെ ഒഴിവാക്കുക. അതിനെയാണ് നമ്മൾ ബയോ കൺട്രോൾ അല്ലെങ്കിൽ ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. നാച്ചുറൽ പ്രിഡേറ്റേഴ്സിനെ യൂസ് ചെയ്യാണ് അതിന് പകരം, കെമിക്കൽസിന് പകരം. അതിന്റെ ഗുണം എന്താണ്? ദ യൂസ് ഓഫ് ബയോ കൺട്രോൾ മെഷേഴ്സ് വിൽ ഗ്രേറ്റ്ലി റെഡ്യൂസ് അവർ ഡിപ്പെൻഡൻസ് ഓൺ ടോക്സിക് കെമിക്കൽസ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? നമുക്കറിയാം, കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സോ ഇൻസെക്ടിസൈഡ്സോ എന്തുമായിക്കോട്ടെ അതൊക്കെ പോയിസണസ് ആണ്, ടോക്സിക് ആണ്. പലതരത്തിലുള്ള ഇപ്പൊ എൻഡോസൾഫാനെയൊക്കെ കുറിച്ചിട്ട് അറിയാത്തവരും കേൾക്കാത്തവരും ആരും ഉണ്ടായിരിക്കില്ല അല്ലെ. ഇപ്പോഴും കാസർഗോഡുള്ള ഒരുപാട് ആളുകൾ അതിന്റെ ഇരകളാണ് മനുഷ്യന്മാര്. എൻഡോസൾഫാന്റെ ഇരകൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ടോക്സിൻസ് ആണ്. മറ്റുള്ള നമുക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത മറ്റു ജീവികളെയും ഈവൻ മനുഷ്യരെയും പോലും ഹാംഫുൾ ആയിട്ട് ബാധിക്കുന്ന സാധനങ്ങളാണ് ഈ കെമിക്കൽസും. ഓക്കെ, അപ്പൊ അതിനോടുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ കഴിയുന്നു, നമുക്ക് പൊല്യൂഷൻസ് ഒഴിവാക്കാൻ കഴിയുന്നു, പലതരം അസുഖങ്ങളെ ഒഴിവാക്കാൻ കഴിയുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെറിറ്റ്. അപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം ബയോ കൺട്രോൾ മെത്തേഡ്സിന്റെ ഗുണങ്ങൾ ചോദിച്ചാൽ ഇതിന് ഡിപ്പെൻഡൻസ് നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഗുണം. ഇനി അത്തരത്തിലുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. ദ ലേഡി ബേർഡ് ആൻഡ് ഡ്രാഗൺ ഫ്ലൈസ് ആർ യൂസ്ഫുൾ ടു ഗെറ്റ് റിഡ് ഓഫ് ആഫിഡ്സ് ആൻഡ് മോസ്കിറ്റോസ്. അതായത് ലേഡി ബേർഡും ഇപ്പൊ എനിക്ക് കാണിച്ചു തരാൻ ഇതില്ല, അപ്പൊ അതൊരു ഇൻസെക്ട് തന്നെയാണ്. ദെൻ ഡ്രാഗൺ ഫ്ലൈസ് നമ്മൾ തുമ്പികൾ എന്ന് പറയില്ലേ, അപ്പൊ അതൊക്കെ എന്തിനുപയോഗിക്കുന്നു? അഫിഡ്സ് എന്ന് പറയുന്ന ചെറിയ തരം ജീവികളുണ്ട്, അഫിഡ്സ് എന്താണ്. അതുപോലെ തന്നെ മൊസ്കിറ്റോസിനെ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ബാസിലസ് തുരിഞ്ചെനിസിസ്, നിങ്ങൾ ബോട്ടണിയിൽ പഠിച്ച കാര്യമാണിത്. is used to control butterfly caterpillar is an example of microbial biocontrol. അതായത് ഈ പൂമ്പാറ്റകളുടെ കാറ്റർപില്ലറുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവയുടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബാസിലസ് തുരിഞ്ചിനിസിസ് അതായത് BT എന്നറിയപ്പെടുന്ന ആ ഒരു മൈക്രോബിനെ യൂസ് ചെയ്യുക. ഇതും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കാരണം ഈ മൈക്രോബ്സിന്റെ ഈ BTയുടെ സ്പോറുകളെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ആ പ്ലാന്റുകളിലേക്ക് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ ഇൻസെക്റ്റിന്റെ അതിന്റെ ലാർവകൾ അതിനെ ഭക്ഷിക്കും. ദെൻ അത് പിന്നീട് അതിന്റെ നെക്സ്റ്റ് സ്റ്റേജിൽ വെച്ചിട്ട് അതിന്റെ ഗട്ടിൽ വെച്ചിട്ട് ഇവ ഒരു ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ലാർവകളെ കൊന്നൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഗുണം എന്താണ്? ഇത് ഇത്തരം മെത്തേഡിന്റെ ഗുണം എന്താന്ന് ചോദിച്ചാല് നമ്മൾ ഏതൊരു ജീവിക്ക്, ഇപ്പൊ ഇവിടെ ബട്ടർഫ്ലൈ കാറ്റർപില്ലേഴ്സിനെയാണ് എയിം ചെയ്തതെങ്കിൽ ആ ബട്ടർഫ്ലൈ കാറ്റർപില്ലേഴ്സിനെ മാത്രമേ ഈ കാര്യം എഫക്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് പൊതുവെയുള്ള ബയോ കൺട്രോൾ മെത്തേഡിന്റെ ഗുണം. അതായത് മറ്റുള്ള ജീവികൾക്കോ മനുഷ്യർക്കോ ഒന്നും ദോഷം വരുത്താത്ത രീതിയിൽ എന്താണോ നമ്മുടെ ടാർഗറ്റ് അതിനെ മാത്രമാണ് നശിപ്പിക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്. ദ ബാക്ടീരിയൽ ഡിസീസ് വിൽ കിൽ ദ കാറ്റർപില്ലേഴ്സ് ബട്ട് ലീവ് ദ അതർ ഇൻസെക്ട് അൺഹാംഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തു? ഇതിന്റെ ആ ഒരു ജീനിനെ വേർതിരിച്ചെടുത്തിട്ട് അത് പ്ലാന്റ്സിലേക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുവഴി അവർക്ക് ആ റെസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു റെസിസ്റ്റന്റ് ആയിട്ട് വെറൈറ്റിയെ നമ്മൾ BT കോട്ടൺ, BT വഴുതന കുറെ വർഷം മുന്നേ ഭയങ്കര പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇതിനെതിരെയൊക്കെ. അപ്പോൾ ആ ഒരു ബാസിലസ് തുരിഞ്ചിനിസിസിലെ ആ ഒരു ജീനിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അതിനെ പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവരെ എന്താക്കി റെസിസ്റ്റൻസ് ആക്കി മാറ്റുക.
ആ ഒരു വെറൈറ്റിയാണ് നമ്മൾ BT കോട്ടൺ, ദെൻ BT വഴുതന എന്നൊക്കെ പറഞ്ഞത്. യൂസിംഗ് ജനറ്റിക് എഞ്ചിനീയറിംഗ് സ്കിൽസ്, സയന്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് BT toxin gene into plants. Such plants are resistant to attack by insect pest. അവർക്ക് സ്വയം ആ റെസിസ്റ്റൻസ് കൊടുക്കുകയാണ് ചെടികൾക്ക്, പ്ലാന്റ്സിന്, ഈ ഒരു ജീനുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി. അതാണ് ഈ BT ട്ടോ. ദെൻ തേർഡ് എക്സാമ്പിൾ ആയിട്ട് ട്രൈക്കോഡേർമ, ദാറ്റ് ഈസ് എ ഫ്രീ ലീവിംഗ് ഫംജൈ പ്രസന്റ് ഇൻ ദ റൂട്ട് സിസ്റ്റം യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് പ്ലാന്റ് ഡിസീസസ്. ട്രൈക്കോഡേർമ എന്ന് പറയുന്ന ഫംഗസിന്റെ സ്പീഷീസുകള് എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്? പ്ലാന്റ് ഡിസീസുകളെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ബാക്യുലോ വൈറസസ്, ജീനസ് ന്യൂക്ലിയോ പോളിഹിഡ്രോവൈറസ് എന്നാണ് ബാക്യുലോ വൈറസുകള്. ദ അറ്റാക്ക് ദ ഇൻസെക്ട്സ് ആൻഡ് അതർ ആർത്രോപോഡ്സ്, ഇൻസെക്റ്റുകളൊക്കെ അറ്റാക്ക് ചെയ്യുന്നതാണ്. നോ ഹാംഫുൾ ഇഫക്റ്റ് ഓൺ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് സച്ച് ആസ് മാമൽസ്, ബേർഡ്സ്. വേറെ ആരെയും, അതായത് നോൺ ടാർഗറ്റ് ആയിട്ടുള്ള ആർക്കും ഒരു ഹാംഫുൾ ഇഫക്ട്സും ഉണ്ടാക്കുന്നില്ല. അതേസമയം തന്നെ ഇവരെ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം. അതായത് ഈ പറഞ്ഞ രീതിയിൽ കൺസേർവിംഗ് ദ ബെനിഫിഷ്യൽ ഇൻസെക്ട്, ഈ ബെനിഫിഷ്യൽ ഇൻസെക്റ്റുകളെ കൺസേർവ് ചെയ്യുകയും ഈ നാച്ചുറൽ പ്രിഡേറ്റേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് പെസ്റ്റുകളെ നശിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് എന്താ ഗുണം? നമ്മൾ ഉദ്ദേശിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്യാത്ത ഒരു സ്പീഷീസിനെയും ഒരു ഓർഗാനിസത്തെയും ഇതിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഈ 4 എക്സാമ്പിൾസ് ആണ് ബയോ കൺട്രോൾ മെത്തേഡ്സിലുള്ളത്. 1 ലേഡി ബേർഡ് ഡ്രാഗൺ ഫ്ലൈസിന്റെ, 2 BTയുടെ, 3 ട്രൈക്കോഡെർമ, 4 ബാക്യുലോ വൈറസസ്. അപ്പൊ എന്താണ് ബയോ കൺട്രോൾ മെത്തേഡ്, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് ഓവർ കെമിക്കൽ മെത്തേഡ്സ് ചോദിച്ചാലും, അതുപോലെ ബയോ കൺട്രോൾ മെത്തേഡ്സിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എഴുതാൻ പറ്റണം. അപ്പൊ നമുക്കിനി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. കുറച്ച് ഞാനിതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് തരാം. ഓക്കെ, മാച്ച് ദി ഫോളോവിംഗ് ആണ്. കണ്ടോ, ഈ ഭാഗത്ത് സിട്രിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ബ്യൂട്ടറിക് ആസിഡ്. ഞാൻ പറഞ്ഞിരുന്നു മൈക്രോബ്സ്, ഓർഗാനിക് ആസിഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോബ്സ് ആണ്. സെക്കൻഡ് കോളത്തില് കുറെ മൈക്രോബ്സിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് മാച്ച് ചെയ്യാനാണ്. അപ്പൊ 4 എണ്ണം ആയതുകൊണ്ട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്. സിട്രിക് ആസിഡ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആസ്പെർഗിലസ് നൈഗർ. ദെൻ അസറ്റിക് ആസിഡ് അസറ്റോബാക്ടർ അസറ്റി, ലാക്ടിക് ആസിഡ് ലാക്ടോബാസിലസ്, ബ്യൂട്ടറിക് ആസിഡ് ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക്ക. അല്ലെ, ഇതാ. അപ്പൊ നമുക്ക് ഈ രീതിയിലാണ് ഇത് നിങ്ങൾ മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. 2 മാർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പറഞ്ഞ ഒരു പോയിന്റുകൾ പോലും നിങ്ങൾ മിസ്സാക്കരുത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും നോക്കൂ, മാച്ച് അധികവും ഈ ചാപ്റ്ററിൽ നിന്ന് വരിക എങ്ങനെയാട്ടോ? മാച്ച് ദി ഫോളോവിംഗ് ആ വരിക. 2 കോളം അല്ലെങ്കിൽ 3 കോളം. അസറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, സൈക്ലോസ്പോറിൻ എ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇങ്ങനെ ഇതന്നെ കൊടുത്തിരിക്കുകയാണ്. അസറ്റിക് ആസിഡ് നമുക്കറിയാം, അസറ്റോബാക്ടർ അസറ്റി, സിട്രിക് ആസിഡ് ആസ്പെർഗിലസ് നൈഗർ, സൈക്ലോസ്പോറിൻ എ ദാറ്റ് ഈസ് ട്രൈക്കോഡെർമ പോളിസ്പോറം, ലാക്ടിക് ആസിഡ് ലാക്ടോബാസിലസ്. ഈ 3 കോളം ആയിട്ടും ഇതിന്ന് ക്വസ്റ്റ്യൻ വരാട്ടോ. പ്രത്യേകിച്ചും നമ്മൾ പറഞ്ഞ ബയോ ആക്റ്റീവ് മോളിക്യൂൾസും കൂടെ ചേർത്തുകൊണ്ട്. അതായത് ഒരു കോളത്തില് ഒന്നുകിൽ അതിന് കിട്ടുന്ന മോളിക്യൂൾ അല്ലെങ്കിൽ ആസിഡിന്റെ പേരും, രണ്ടാമത്തെ കോളത്തില് മൈക്രോബിന്റെ പേരും, മൂന്നാമത്തതില് അതിന്റെ ഫംഗ്ഷൻ. അപ്പൊ അങ്ങനെ 3 കോളം ആയിട്ടും ക്വസ്റ്റ്യൻസ് ഇത് വരാറുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, അധികവും മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻസ് വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. മൈക്രോബ്സ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീയിങ്സ് ഇൻ ഡൈവേഴ്സ് വേസ്. ഇഫ് സോ നെയിം ദ ഫോളോവിംഗ്. ആരാണ്? ബേക്കേഴ്സ് ഈസ്റ്റ്. ഞാൻ സൂചിപ്പിച്ചതാണ് സക്കാറോമൈസിസ് സെർവീസിയെ. ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാക്ടോബാസിലസ്. ഫംഗസ് വിച്ച് ഹെൽപ്പ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ബയോ ആക്റ്റീവ് മോളിക്യൂൾ സൈക്ലോസ്പോറിൻ എ. ആരായിരുന്നു? ട്രൈക്കോഡെർമ പോളിസ്പോറം. അപ്പൊ നോക്കൂ, ഇത് കാണുമ്പോൾ നമുക്കറിയാം. വേറൊരു ക്വസ്റ്റ്യൻ ഇത് മാത്രം ചോദിക്കാം. മൈക്രോബ്സ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീയിങ്സ് ഇൻ വെറൈറ്റി വേസ്, ഡൈവേഴ്സ് വേസ്. ഡു യു എഗ്രി? ജസ്റ്റിഫൈ യുവർ ആൻസർ. അങ്ങനെ ചോദിച്ചാലോ? തീർച്ചയായിട്ടും യെസ് എന്നുള്ള ഉത്തരം കൊടുത്തുകൊണ്ട് ഇതിലെ ഏതെങ്കിലുമൊക്കെ മാർക്ക് അനുസരിച്ച് ഏതെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് കാണിച്ചുകൊണ്ട് നിങ്ങൾ എഴുതണം.
അതായത് മൈക്രോബ്സ് നമുക്ക് ഇത്തരത്തിലുള്ള ഓർഗാനിക് ആസിഡ്സ് നൽകുന്നുണ്ട്, ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ബയോ ആക്റ്റീവ് മോളിക്യൂൾസിന്റെ കാര്യം പറയാം, ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ മൈക്രോബ്സ് നമുക്ക് ദോഷങ്ങളല്ല ഗുണങ്ങളും തരുന്നുണ്ട്, ശരിയാണോ തെറ്റാണോ സാധൂകരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരുവേ. ഇതാ 3 കോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 3 കോളം ആയിട്ട് വരാം. ഓർഗാനിസം, സയന്റിഫിക് നെയിം, ബയോ ആക്റ്റീവ് പ്രോഡക്റ്റ്. ഇതിന് പകരം നമുക്ക് ഒരു കോളം വേണമെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്താ, അത് എങ്ങനെ, എന്തായാലും സിഗ്നിഫിക്കൻസ് എന്ന രീതിയിലും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഫംഗസ് ആണ്, സയന്റിഫിക് നെയിം എന്താണെന്ന് അറിയില്ല, പക്ഷെ ബയോ ആക്റ്റീവ് പ്രോഡക്റ്റ് സിട്രിക് ആസിഡ് ആണെന്ന് അറിയാം. അപ്പൊ നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്, സിട്രിക് ആസിഡ് തരുന്നത് ആരാണ്? ആസ്പെർഗിലസ് നൈഗർ ആണ്. ദെൻ അസറ്റോബാക്ടർ അസറ്റിയും അസറ്റിക് ആസിഡ് തന്നിട്ടുണ്ട്. ഇത് ഓർഗാനിസം ഫംഗസ് ആണോ ബാക്ടീരിയ ആണോ ഈസ്റ്റ് ആണോ എന്നാണ് എഴുതേണ്ടത്. അസറ്റോബാക്ടർ അസറ്റി എന്താണ്? ബാക്ടീരിയയാണ്. ദെൻ ഇവിടെ ഫംഗസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സയന്റിഫിക് നെയിം തന്നിട്ടുണ്ട്. നിങ്ങൾ ബയോ ആക്റ്റീവ് മോളിക്യൂളിന്റെ പേര് എഴുതണം. ഏതായിരുന്നു? സ്റ്റാറ്റിൻ. ദെൻ ഈസ്റ്റ്, സക്കാറോ, ഇവിടെ നോക്കൂ സയന്റിഫിക് നെയിം സക്കാറോമൈസിസ് സർവീസിയെ ആണോ? അല്ല, ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? സ്റ്റാറ്റിൻ തന്നിട്ടുണ്ട്. സോറി, ഞാൻ ഇവിടെ ഫംഗസ് ട്രൈക്കോഡർമ പോളിസ്പോറം, സി എന്നുള്ളിടത്ത് നമ്മൾ സൈക്ലോസ്പോറിൻ കൊടുത്തു. ഈസ്റ്റ് ഇവിടെ ഡി എന്നുള്ളത്, ഇവിടെ സ്റ്റാറ്റിൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം? സോറി, ഇതിൽ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ പ്രശ്നം കാണുന്നുണ്ട്. കാരണം ഈസ്റ്റ് ഡി എന്നുള്ളതാണ്. അപ്പൊ ഡി സ്റ്റാറ്റിൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് മൊണാസ്കസ് പർപ്യൂരിയസ് ആണ്. അതൊന്ന് കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കണേ. ഈസ്റ്റ് ഇവിടെ മൊണാസ്കസ് പർപ്യൂരിയസ് ആണ്, അതാണ് സ്റ്റാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ട്രൈക്കോഡർമ, അത് ശരിയാണ്, സൈക്ലോസ്പോറിൻ. ഇവിടെ അസറ്റോബാക്ടർ അസറ്റി, ഇത് ബാക്ടീരിയ ആണ്. ഇത് ഫംഗസ് ആസ്പെർഗിലസ് നൈഗർ. ഞാനത് ഇപ്പോഴേ ശ്രദ്ധിച്ചുള്ളൂ, സോറി പറയാണ്. ശ്രദ്ധിക്കണം, ഇത്തരം ശ്രദ്ധിക്കണം. ഇവിടെ മൊണാസ്കസ് പർപ്യൂരിയസ് ആണ് വരേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോ ഇത് ഇപ്പൊ എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള ഒരു കാരണം ഇതാണ്. അതിന്റെ നമുക്ക് ഫോക്കസ് പോയിന്റ് ആക്കിയതോട് കൂടിയിട്ട് കുറച്ച് ഭാഗ്യമുള്ളൂ. ഇതില് സീവേജ് ട്രീറ്റ്മെന്റ്, ബയോഗ്യാസ് പ്രൊഡക്ഷൻ, പിന്നെ ബയോ ഫെർട്ടിലൈസേഴ്സ്, അങ്ങനെയുള്ള കുറെ ഏരിയാസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഒഴിവാക്കി പോയത് കൊണ്ട് തന്നെ ഓപ്ഷൻസിൽ കൂടുതൽ ആയിട്ട് അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നതുകൊണ്ടാണ് അത് പെടാത്ത ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോ ഇത് കുറച്ച് സമയം മതി, നിങ്ങൾക്ക് ഒരു മണിക്കൂർ മാക്സിമം മതി ചാപ്റ്റർ പഠിക്കാൻ. അത് 3 മാർക്ക് നിങ്ങൾക്ക് ഇതിന്ന് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് മിസ്സാക്കാതെ ഈ ചാപ്റ്റർ പഠിച്ചോളാം. ക്വസ്റ്റ്യൻസ് അധികവും മാച്ച് ദി ഫോളോവിംഗ് ആയിരിക്കും. അതേസമയം ഞാൻ സൂചിപ്പിച്ച പോലെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ആൻസർ ചെയ്യാൻ റെഡി ആയിരിക്കണം. അപ്പോ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി നമുക്ക് ഒരു ചാപ്റ്ററും കൂടെ ആണ്, ബയോഡൈവേഴ്സിറ്റി ആണ് നമുക്ക് ചെയ്യാനുള്ള ഒരു ചാപ്റ്റർ. അത് അടുത്ത ആഴ്ചയോട് കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ ഒന്നുകിൽ ആ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. അതല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇപ്പൊ 2020, 19, 18 ആ രീതിയിൽ ഞാൻ ഏതെങ്കിലും